ഹായ് ഹലോ നമസ്കാരം. ശക്തി ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അക്ഷരകുലപതി MD വാസുദേവൻ നായർ സാറുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം കേട്ടോ. ഇന്നൊരു ഓഫർ സെയിൽ വീഡിയോ കേട്ടോ, കോംബോ ഓഫറാണ്. കുറച്ച് പേര് കഴിഞ്ഞ ദിവസം ഞാൻ ക്രിസ്മസിൻ്റെ തലേദിവസം ഒരു കോംബോ ഇട്ടിരുന്നല്ലോ, ആന്തൂറിയവും ഓർക്കിഡും അഗ്ലോണിമയും കൂടെ. അത് ഒരു ദിവസം കൊണ്ട് തന്നെ ആ പ്ലാന്റ്സ് കഴിഞ്ഞു കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഓർഡറായിപ്പോയി. 23 കോംബോ 23 സെക്ഷനായിട്ടായിരുന്നു. 23 സെറ്റിലെ പ്ലാന്റ്സും കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേര് പൈസ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പിന്നീട് ഈ കോംബോ തീർന്നു കഴിഞ്ഞാണ് അവർ പൈസ ഇട്ടത്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വേറെ കോംബോ ആയിട്ട് കൊടുക്കണം. അതിനകത്ത് എല്ലാവരും ആവശ്യപ്പെട്ട ഒരു പ്ലാന്റ് 24 ക്യാരറ്റാണ്. ഞാൻ അതുകൊണ്ട് പരമാവധി അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നാമത്തെ കോംബോ ഓഫർ. ഈ കോംബോ ഓഫറിൽ 3 പ്ലാന്റ്സ് ആണുള്ളത്. ഞാൻ 1, 2, 3 എന്ന് പറയുന്നില്ല, നമ്പർ ഇട്ടിട്ടുണ്ട്, നോക്കിക്കോണേ. ഈ 3 പ്ലാന്റ്സിനും കൂടെ നിങ്ങൾക്ക് 650 രൂപയാവുന്നുള്ളൂ. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കോ, ഒരു പ്ലാന്റിന് എന്ത് വിലയാവുമെന്ന് ചിന്തിച്ച് നോക്കിക്കോ. അത്രയാവുന്നുള്ളൂ കേട്ടോ. തീരെ കുറഞ്ഞ റേറ്റേ ആവുന്നുള്ളൂ. വളരെ ലാഭമാണ്. നല്ല പ്ലാന്റ്സുമാണ് എല്ലാം. കണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് വേറൊരു ചട്ടിയിലേക്ക് റിപ്പോർട്ട് ചെയ്ത് വെച്ചാൽ നന്നായിട്ട് പെട്ടെന്ന് കയറി വരുന്ന പ്ലാന്റ്സാണ് ഇതെല്ലാം കേട്ടോ. നിങ്ങൾ ഈ നമ്മുടെ ഈ പോർച്ചിൻ്റെ ഇവിടെ ഈ കരി കൊണ്ടാണ് ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്നത്. വീട്ടിലാണല്ലേ എപ്പോഴും കണ്ട ബഹള, നമ്മുടെ ഇൻ്റർലോക്ക് മൊത്തം കരി വെച്ച് തേക്കുകയെന്ന് പറഞ്ഞു. പണ്ട് ചായക്കടയിലൊക്കെ കണ്ടിട്ടില്ലേ, കൈ വെച്ചിങ്ങനെ കണക്കെഴുതുന്നത് എന്ന് പറഞ്ഞ പോലാന്ന് പറഞ്ഞ് വീട്ടിൽ ഇങ്ങനെ പറിച്ചില്ല. അവരൊരു വശത്ത് കിടന്ന് പറയും, ഞാൻ പിന്നെ ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യാൻ ഒരു രസമല്ലേ നമുക്ക്, അല്ലേ? എന്താണെന്നറിയില്ല, ഭയങ്കര രസമാണ് അത്. അപ്പോൾ കണ്ടല്ലോ, 13 സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും പ്ലാന്റ്സൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ നമ്പർ അറിയാലോ, 8848296441 മെസ്സേജ് ചെയ്യണം കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മുടെ ഓഫർ. കണ്ടല്ലോ, 13. ഇതിനകത്ത് 650 രൂപയുള്ളൂ. ലാഭമാണ് കേട്ടോ. എങ്ങനെ കൂട്ടിയാലും കഴിച്ചാലും ലാഭമാണ് നിങ്ങൾക്ക്, ഒരു നഷ്ടവും വരില്ല. പിന്നെ ഇനി നമുക്ക് 10 പറയാം. 203 സബ്സ്ക്രൈബേഴ്സുമായിട്ട് സുധാകരൻ സാറിന് ആദ്യത്തെ കൊറിയർ അയച്ചു കൊടുത്ത് തുടങ്ങിയ എൻ്റെ ഈ സംരംഭം 564 സബ്സ്ക്രൈബേഴ്സായിട്ട് ഇപ്പം നിൽക്കുകയാണ്. ഭയങ്കര സന്തോഷം. നിങ്ങളെല്ലാവരും ഇത്രയും തന്ന ഒരു സപ്പോർട്ടിന് ഒരുപാട് നന്ദി കേട്ടോ. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്കും ഇതുപോലെ തുടങ്ങണം, ചെടിയുടെ ബിസിനസ് തുടങ്ങണമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. തുടങ്ങുന്നത് നല്ല കാര്യം കേട്ടോ. എല്ലാവർക്കും തുടങ്ങാം. ഇതിന് ആനൂന കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ചെടി ആദ്യം നിങ്ങൾ ഇറക്കണം. അതിനും ലക്ഷങ്ങളൊന്നും മുടക്കണ്ട. 10,000 രൂപയ്ക്കായാലും നമുക്ക് കുറച്ച് ചെടികൾ ഇറക്കാം. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഈ ഓഫർ സെയിൽ ഇങ്ങനെ പലയിടത്തും കാണുമല്ലോ, എൻ്റെ തന്നെ വേണമെന്നില്ല, പലയിടത്തും നോക്കുക. അപ്പോൾ ഓഫറിൽ കിട്ടുന്ന ചെടികൾ പരമാവധി കളക്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല കുറച്ച് ചെടികൾ വാങ്ങണം. ഈ ഓഫർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെടിക്ക് 200 രൂപ, 250, 300 രൂപയ്ക്കൊക്കെയുള്ള ചെടികളാണ് കിട്ടുന്നത്. അപ്പോൾ അതെന്തായാലും മെച്ചറായിട്ടുള്ള വലിയ മദർ പ്ലാന്റിൻ്റെ ലെവലിലേക്കൊക്കെ എത്തുന്ന പ്ലാന്റ് ഒന്നും വരില്ലല്ലോ. അങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് നല്ല കുറച്ച് പ്ലാന്റ്സ് വാങ്ങണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള മദർ പ്ലാന്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് വാങ്ങിക്കണം. എന്നിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങളത് പ്രൊപ്പഗേറ്റ് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്ത് മാറ്റി ഒന്നിനെ 2 ആക്കണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് സെയിൽ ചെയ്യാനുള്ള പ്ലാന്റ്സ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. നിങ്ങളങ്ങനെയൊക്കെ ചെയ്യുക, തീർച്ചയായിട്ടും നമുക്ക് പറ്റും. നമുക്ക് പറ്റാത്തതായിട്ട് എന്താ ഈ ലോകത്തുള്ളത്, എല്ലാം പറ്റും. പിന്നെ നമ്മൾ ഈ ചെടിയുടെ ഇതിലേക്കൊക്കെ പോകുമ്പോൾ പരമാവധി നമുക്ക് സ്ട്രെസ്സ് കുറയും. നമ്മൾ എപ്പോഴും ഫുള്ള് എൻഗേജ്ഡ് ആവും എന്നുള്ളതാണ് ഒരു ഗുണം. പൈസയും കിട്ടും, നമ്മൾ എൻഗേജ്ഡ് ആവുകയും ചെയ്യും. കണ്ടോ, ഇതൊക്കെ നല്ല പ്ലാന്റ്സാണ് കേട്ടോ. പിന്നെന്താണ്, കുറച്ച് പേര് ഫോൺ വിളിക്കുമ്പോൾ പറയും, ചേച്ചി ഞങ്ങൾ പിറ്റേദിവസം വെള്ളിയാഴ്ചയാണ്, അപ്പോൾ ഞങ്ങൾക്ക് പത്തിരി രാത്രി പരത്തി ഫ്രിഡ്ജിൽ വെക്കുകയാണ്, പിറ്റേദിവസം പള്ളിയിൽ പോകണം, നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ
പെട്ടെന്ന് ഇത് ഉണ്ടാക്കാം, രാവിലെയൊക്കെ പള്ളിയിലൊക്കെ പോകുമ്പം ധൃതിയാണ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിലെ കാര്യങ്ങൾ, അടുക്കള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ പെരുന്നാട് അടുത്ത് മായ എന്ന് പറഞ്ഞ നമ്മുടെ 1000 രൂപ ബന്ധം കേട്ടോ, 1000 രൂപയുടെ ഓഫർ സെയിലിൽ കിട്ടിയ ബന്ധമാണ്. പുള്ളിക്കാരത്തി വിളിച്ചിട്ട് നമ്മുടെ അയ്യപ്പൻ്റെ ഘോഷയാത്ര പോകുമ്പോൾ തിരുവാഭരണം അവിടെ പെരുന്നാട് അമ്പലത്തിൽ അവിടെ അണിയിക്കുന്നുണ്ട് ചേച്ചി. അവിടെ ഇങ്ങനെ വന്നാൽ സുഖമായിട്ട് 2 ദിവസം അവിടെ നിന്ന് കണ്ട് തൊഴുതു പോരാം എന്നൊക്കെ പറയാം. ഇന്നത്തെ കാലത്ത് നമ്മുടെ വീട്ടിലൊരാൾ കോളിംഗ് ബെല്ലടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക? താക്കോലിൻ്റെ ആ ഹോളിൽ കൂടെ നോക്കും, ആരടാ വന്നേ ഇല്ലേ, എന്നിട്ട് ആരാന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം നമ്മൾ കഥ തുറക്കുള്ളൂ ഇല്ലേ. അങ്ങനത്തെ കാലത്ത് ഈ ചെടി വിറ്റിട്ടുള്ള ഒരു ബന്ധം നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, ആരെന്നറിയില്ല, ശബ്ദം മാത്രം കേട്ട് പരിചയമുള്ള നമ്മളെ ഇത്രയും ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അത് ഈ ഒരു ബിസിനസ്സിൽ മാത്രമേ ഞാനിങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ തുടങ്ങുക. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല സൗഹൃദങ്ങൾ കിട്ടും. സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റും, അല്ലെ കുറച്ച് നേരം നമുക്കൊന്ന് സ്ട്രെസ് ഇറക്കി വെക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. പിന്നെന്താണ്, പിന്നെ ഒരു കുട്ടി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ചേച്ചി എന്താണ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാത്തത്, അത് പറയണമെന്ന് പറഞ്ഞു. ഞാൻ സാധാരണഗതിയിൽ ഞാനൊരു അമ്പലത്തിൽ, ഞാനൊരു വിഘ്നേശ്വര ഭക്തിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പോകുന്നതും പോകാൻ ആഗ്രഹിക്കുന്നതും എപ്പോഴും പോകണമെന്ന് വിചാരിക്കുന്നതും കൊട്ടാരക്കര ഗണപതിയുടെ അടുത്താണ്. കാരണം എനിക്ക് ഗണപതിയാണ് എൻ്റെ ഇഷ്ട ദേവൻ. അപ്പം ഞാൻ അവിടെ പോകാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതിന് ഭക്തി മൂത്തത് കൊണ്ടല്ല, അതിന് 3 കാരണങ്ങളുണ്ട്. 1 ഗണപതിയെ തൊഴുക, 2 അവിടുത്തെ ഉണ്ണിയപ്പം, 3 ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ. ഇതാണ് കേട്ടോ എൻ്റെ ഭക്തിയുടെ ഒരു ഒറിജിനൽ കാര്യം. ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴാണേലും തൊഴി ചേച്ചിയൊക്കെ പുറകിൽ നിന്ന് കുത്തും, തൊഴി എന്ന് പറയും. പക്ഷെ ഞാൻ അമ്പലത്തിൽ പോലെ ഒരുപാടൊന്നും ആവശ്യപ്പെടില്ല. അയ്യോ എനിക്കത് വാങ്ങിച്ച് തരണേ, എനിക്കത് നേടിത്തരണേ, എൻ്റെ പൊന്നു ഭഗവാനെ എനിക്കത് തരണേ, ഞാൻ ഇവിടുന്ന് വീട്ടിൽ തിരിച്ച് ചെല്ലുമ്പോൾ എനിക്കത് തരണേ, അങ്ങനെയൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ വിഘ്നേശ്വരൻ്റെ ഒരു സ്തുതി ചൊല്ലും, അതൊരു 4-5 പ്രാവശ്യം ചൊല്ലും. എൻ്റെ പ്രാർത്ഥന ഗാനം അവിടെ കഴിഞ്ഞ് പിന്നെ ഞാൻ വെളിയിലിറങ്ങിയിട്ട് അവിടെ നമുക്ക് ഇരിക്കാൻ സ്ഥലമുണ്ടല്ലോ, വീട്ടുകാരൊക്കെ കമന്നും ഇരുന്നും ചരിഞ്ഞും കിടന്ന് തൊഴുമായിരിക്കും, നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ ഇറങ്ങി വെളിയുമായിരിക്കും. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് അതിലേ പോകുന്ന ചേച്ചിമാരുടെ സാരിയുടെ നിറവും ചുരിദാർ, ഏത് പാറ്റേണിലാണ് അവർ ആ ചുരിദാർ തയ്ച്ചിരിക്കുന്നത്, ആ ചുരിദാറിനിട്ടിരിക്കുന്ന പലാസയാണോ സിഗരറ്റ് പാൻറ്റാണോ, അതിങ്ങനെ നോക്കും. അങ്ങനെ ഇരിക്കും. അപ്പോഴത്തേക്ക് വീട്ടുകാർ നമ്മളെ ചീത്ത വിളിച്ചുകൊണ്ട് വരും. അമ്പലത്തിലൊന്നും പറഞ്ഞ് കെട്ടിയിരുന്നള്ളി വന്നിട്ട് തൊഴത്തുമില്ല, വായി നോക്കി ഇരിക്കാൻ ചാടിക്കും. നമ്മളൊരു ചെവി കൂടെ കേൾക്കുക, മറു ചെവി കൂടെ വിടുക. എന്നിട്ട് അടുത്തത് അവിടുന്ന് പോയി ഉണ്ണിയപ്പം വാങ്ങിക്കും. അവിടെ ഇരുന്ന് തന്നെ ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം അകത്താക്കും, അവിടെ ഇരുന്ന് തന്നെ തീർക്കും. അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര ഒട്ടുക്കത്തെ വിശപ്പാണ്. പിന്നെ നേരെ ഇന്ത്യൻ കോഫി ഹൗസ്, അവിടെ ചെല്ലുക. അവിടെ ചെന്നാൽ ഈ ആണ്ടിൽ ആഹാരം കാണാത്ത പോലെ ഒരു മദാലസയും ഒരു ഉഴുന്നുവടയും ഒരു ബ്രൂവും ഒക്കെ കുടിച്ച് കഴിയുമ്പോൾ സെറ്റ് മസ. അവിടുന്ന് പിന്നെ മദാലസ എന്താണെന്നറിയാമല്ലോ, മസാല ദോശ. അവിടുന്ന് പിന്നെ അലച്ചു തല്ലി തിരിച്ച് വീട്ടിലോട്ട്. അത്രയേ ഉള്ളൂ. അതാണ് എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ചെടി, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ജെനുവിനായിട്ട് സത്യസന്ധമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരു കള്ളവും പറയുന്നില്ല ഞാൻ നിങ്ങളോട്. അപ്പം ഞാൻ വിചാരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ അത് മനസ്സിലാക്കി അങ്ങനെ പ്രത്യേകിച്ച് പറയണ്ട എന്നാണ്. പക്ഷേ മഞ്ജു എന്നാണ് ആ കുട്ടിയുടെ പേര്. മഞ്ജു എന്നോട് പറഞ്ഞു, ചേച്ചി അങ്ങനെയല്ല, കൊച്ചുകുട്ടി കേട്ടോ, അവൾക്കൊരു കൊച്ചുകുട്ടിച്ചാൽ ഒരു 22-21 വയസ്സേ ഉള്ളൂ. എൻ്റെ അമ്മ പറയുന്ന പോലെ, അവൾ ആ നിമിഷം എൻ്റെ അമ്മയായ പോലെ പറഞ്ഞ് ആവേശം മൂത്തു. നിങ്ങളെന്താ സ്ത്രീ ഇങ്ങനെ, ആ ആവേശത്തള്ളലിൽ നിങ്ങളെന്താ സ്ത്രീ ഇങ്ങനെ ചെയ്യുന്നത്, അത്രയ്ക്ക് സ്വാതന്ത്ര്യമായി. അപ്പം നിങ്ങളൊന്ന് ഓർത്തോണം എത്ര മാത്രമാണ് നമ്മളൊരു ചെടിയുടെ ബിസിനസ്സിൽ ചേർത്ത് പിടിക്കുന്നതെന്ന് ഓർത്തോണം. ഒരു 22-21 വയസ്സുള്ളൊരു മോളാണ്. അവൾ എന്നോട് ചോദിക്കുന്നു, നിങ്ങളെന്താ സ്ത്രീ ഇങ്ങനെ സബ് ചെയ്യണമെന്ന് അത് പറയണം, പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ആധികാരികമായിട്ട് നമ്മളോട് പറയുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും ഇല്ലേ, ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷം തോന്നും ഇങ്ങനെ പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നും. ഈ ചെടിയിലേക്ക് ഇറങ്ങിയോണ്ടാണല്ലോ എനിക്കിങ്ങനെയുള്ള പിള്ളേരെയൊക്കെ കാണാൻ പറ്റിയത് എന്നൊക്കെ ഓർക്കും ഇല്ലേ. നമ്മൾ പറയില്ലേ,
സ്വാമി തിന്തകത്തോം തോം അയ്യപ്പ തിന്തകത്തോം, സ്വാമി നിൻ്റെ അകത്താണ് എന്നാണ് എന്ന് പറഞ്ഞ പോലെ നിങ്ങളെല്ലാം എൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ എൻ്റെ വിശ്വാസമാണ് നിങ്ങൾ എന്നെ ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ള എൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ അങ്ങനെ പറയാൻ. ഇനിയും ഞാനത് പറഞ്ഞുകൊള്ളാം കേട്ടോ. പിന്നെ വേറെന്താണ്, അത്യാവശ്യമായിട്ടും അഗ്ലോണിമ വളർത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ എല്ലാവരുടെയും കയ്യിൽ ഇതുണ്ടാവുമല്ലോ സാഫ്. പിന്നെ നമ്മൾ ഉറപ്പായിട്ടും വേണം 19 ഇത് വാങ്ങിച്ചിട്ട് നമ്മുടെ പഴയ സ്പൂണുണ്ടല്ലോ, ഐസ്ക്രീം സ്പൂണ്, ഇതിന് എനിക്ക് 6 തട്ട് നിറയെ ചെടിയുള്ളപ്പോൾ 6 തട്ട് നിറച്ച് എനിക്ക് അഗ്ലോണിമ ഉണ്ടായിരുന്നു. അത്രയുള്ള സമയത്ത് ഞാൻ ഈ സ്പൂണിന് 1 സ്പൂൺ മാത്രമാണ് 19 എടുക്കുക. ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതിനെല്ലാം സ്പ്രേ ചെയ്യും. നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യണം. പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ വെള്ളം കുറച്ച് പാല് കൂട്ടി മധുരം കൂട്ടി ഒരു ചായയായി, അതല്ല നമുക്ക് വേണ്ടത്. ഇത് വെള്ളം കൂട്ടി വളം കുറച്ച് 19 കുറച്ച് വെള്ളം കൂട്ടി സ്പ്രേ ചെയ്യണം കേട്ടോ. എങ്കിലേ പറ്റുള്ളൂ. വളത്തിൻ്റെ അളവ് എപ്പോഴും കുറവായിരിക്കണം. എന്ത് മരുന്ന് ചെയ്യുന്നോ അതിൻ്റെ അളവ് കുറവായിരിക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരിക്കണം. എന്നിട്ട് 3 ദിവസം കൂടുമ്പോൾ ഇതിനെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല കിടക്കാച്ചിയായിട്ട് സെറ്റുമയാവും. പിന്നെ അഗ്ലോണിമയുടെ വിശേഷം കഴിഞ്ഞു. അടീനിയ ഉള്ളവരുടെ ഇതുപോലെ കട്ട് ചെയ്യണം കേട്ടോ. എല്ലാം കട്ട് ചെയ്ത് നിർത്തണം. ഇത് കാണാമല്ലോ നിങ്ങൾക്ക്. കട്ട് ചെയ്തിട്ട് സാഫ് തേച്ചേക്കാം കണ്ടോ. കട്ട് ചെയ്ത കമ്പുകളാണ് ഈ കിടക്കുന്നതൊക്കെ. ഈ കട്ട് ചെയ്ത കമ്പ് മണലിൽ ഇങ്ങനെ കുത്തിച്ചാരി ഇങ്ങനെ വെച്ചാൽ ഇത് കിളുക്കും. നിറയെ പൂവുണ്ടാവും. കണ്ടോ, പൂവുള്ള കമ്പാണ് ഞാൻ കട്ട് ചെയ്തത്. ഇതുണ്ടോ, നിറയെ മൊട്ട് വന്നിട്ടുണ്ടോ, ഇഷ്ടം പോലെ മൊട്ടുണ്ട്. പക്ഷേ ഇത്രയും നീളമാണ്. അടീനിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീളത്തിൽ നമ്മുടെ പണ്ടത്തെ തെങ്ങയിൽ ഉത്സവപ്പറമ്പിൽ കോളാമ്പി കിട്ടുന്ന പോലെ നിൽക്കുന്ന നല്ല അടീനിയം. ഇതിനെ ബോൺസായി ആക്കുകയാണ്. അടീനിയെന്ന് പറഞ്ഞാൽ ബോൺസായി ആണ്. പിന്നെ അതിൻ്റെ കോഡക്സാണ് അതിൻ്റെ ഭംഗി. എൻ്റെ അമ്മോ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് അടീനിയത്തിൻ്റെ ഭംഗി. ഇത് ബോൺസായി ആയി നിൽക്കുമ്പോൾ മാത്രമാണ് അടീനിയത്തിൻ്റെ ഭംഗി ഉണ്ടാവുക കേട്ടോ. ഇത് ഇങ്ങനെ വന്നിട്ട് ആകാശമുട്ട കമ്പ് വന്നിട്ട് മണ്ടയ്ക്ക് 2 പൂ നിന്ന് എന്നെ ഭംഗിയുണ്ടെന്നേ ഒരു ഭംഗിയില്ല. അപ്പോൾ ഇതിങ്ങനെ ചട്ടി നിറഞ്ഞ് കവിയും. 1 2 എല്ലാ വർഷവും ഇവനെ പിഴണം. പിഴുത് 2 ആഴ്ച മാറ്റി തണലത്ത് ഈർപ്പം കൊള്ളാതെ മാറ്റി വെക്കണം. എന്നിട്ട് ഇത് നടണം. അങ്ങനെയാണ് ഇത് നടണ്ടത് കേട്ടോ. അപ്പോൾ ഈ ചട്ടി നിറഞ്ഞ് കവിഞ്ഞ് വരും. ഈ കോഡക്സ് ഇപ്പോൾ ഇത്രയും വലുതല്ലേ. അടുത്ത വർഷം ഞാനിത് പിഴുമ്പോൾ ഇത്രയും കൂടെ താഴോട്ട് പോയിട്ടുണ്ടാവും. അവിടെ വീണ്ടും ഉയർത്തി മണ്ണിന് മുകളിൽ വെച്ചിട്ട് നടണം. അങ്ങനെയാണ് നമ്മുടെ അടീനിയത്തിൻ്റെ വളർച്ച. ഇരിക്കുന്ന തട്ടിലുള്ളതെല്ലാം അടീനിയ കേട്ടോ. ഇതെല്ലാം ഞാൻ നിങ്ങളെ പിടിപ്പിക്കും. കണ്ടോ, ഇതെല്ലാം ഞാൻ വിറ്റ് കാശാക്കും മക്കളെ. നിങ്ങളെ ഞാൻ പിടിപ്പിച്ചിരിക്കും ഇതെല്ലാം കേട്ടോ. അപ്പോൾ എന്താണ്, നമ്മുടെ നമ്പർ അറിയാലോ, 8848296441 എല്ലാവരും മെസ്സേജ് ചെയ്യുക. പിന്നെ ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.